നമ്മളിന്നേ കബാബ് ചിക്കൻ മസാല ആട്ടോ ട്രൈ ചെയ്യണത്. അതിനാദ്യം തന്നെ നമ്മൾ 1/2 കിലോ ചിക്കൻ കഴുകി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീഞ്ചട്ടി അടുപ്പ് വെച്ച് ചൂടായി അതിനുശേഷം അല്പം വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ച് ചൂടായി വന്നു കഴിഞ്ഞാൽ 2 ഏലക്ക, കറുകപ്പട്ട, പെരിഞ്ജീരകം, വറ്റൽമുളക് ഇതെല്ലാം ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. ശേഷം ഈ ചീഞ്ചട്ടിയിലേക്ക് 2 സവാള അരിഞ്ഞത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നു കഴിയുമ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആ സവാളയിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പൊടികളൊന്നും ഇപ്പോൾ ഇടുന്നില്ല. ഇതെല്ലാം വെന്ത് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 മുറി തക്കാളി ചെറുതായി അരിഞ്ഞത്, പൊടികളായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അത് ചേർത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. അതിലേക്ക് 1 മുറി തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് അതിൻ്റെ 1/4 പാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് അല്പം ഗരം മസാലയും ഇട്ട് സെർവ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു കരിക്കാണ് കേട്ടോ. അത് അധികം മൂത്തിട്ടില്ലാത്തതുകൊണ്ട് ആ കരിക്ക് അങ്ങനെ തന്നെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നല്ല ടേസ്റ്റാണ്. ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലോസ്കി സാധനമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഓൾ.